അൾത്താരിൽ നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല, പക്ഷെ നിർത്തിയെന്ന് ഈശോനും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഇഷ അഗസ്റ്റിൻ. ഇതെൻ്റെ മമ്മി ബിജി അഗസ്റ്റിൻ, പപ്പ അഗസ്റ്റിൻ. ഞങ്ങൾ പോർട്ട് ബ്ലെയർ ആൻഡമാനിൽ നിന്ന് വരുന്നു. ഞാൻ ബിജി അഗസ്റ്റിൻ. ഞാൻ 2019 ലാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. എൻ്റെ ആൻറ്റി മുഖേനയാണ് ഞാൻ അറിയുന്നത്. അന്ന് എനിക്കൊരു പത്രം കിട്ടി. പക്ഷേ ഞാൻ അതേപ്പറ്റി അധികം വിശ്വാസം വരുമോ ആ പത്രം വായിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ആ പത്രം ഞാൻ എവിടെയോ ഇട്ട് കളഞ്ഞു. അങ്ങനെ 2020 ഞാൻ ആൻഡമാൻ നിക്കോബാറിൽ ജിവിപന്ത് ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് കോൺട്രാക്റ്റിൽ. അപ്പോൾ ഞങ്ങളുടെ ജോബിൽ അന്നേരം വന്ന ഒരു ഓഫീസർ കുച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ജോലി പോകുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്കുക, ആൻറ്റിയുടെ മോൻ പ്രാർത്ഥിച്ചിട്ട് അവന് ജോലി കിട്ടി, നീ ഒന്ന് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 41 ദിവസം റോസറി ചൊല്ലി, കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ റോസറി ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് കോർട്ടിൽ നിന്ന് സ്റ്റേ ഓർഡറൊക്കെ കിട്ടി, ജോലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഓർഡർ ആയി. അതുപോലെ 2020 തന്നെ എൻ്റെ മോൾ MBBS പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടി. അപ്പോഴൊക്കെയും ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഉടമ്പടിയെ പറ്റിയോ അതൊന്നും ഞങ്ങൾ അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അന്വേഷിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എല്ലാ ടോക്കുകൾ, ബാക്കിയുള്ള അച്ഛന്മാരുടെയൊക്കെ ടോക്കുകളൊക്കെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറുതിലേ തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബമായിരുന്നു. ഞങ്ങളുടെ മമ്മി എപ്പോഴും ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, പ്രാർത്ഥിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ എപ്പോഴും മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ ഓരോ പ്രാർത്ഥനകളൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കാനിടയായി. ആ ടോക്ക് കേൾക്കുമ്പം എനിക്ക് അച്ഛൻ്റെ സൗണ്ടോ അച്ഛൻ്റെ ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സോറി അച്ഛാ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കേട്ടത് അച്ഛൻ്റെ ഒരു ട്രോള്, അച്ഛൻ അങ്ങനെയാ. അത് കഴിഞ്ഞ് ഞാൻ കൃപാസനത്തിൻ്റെ മാതാവിനെ പറ്റി പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും നിത്യസഹായ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2020 എൻ്റെ മകൾക്ക് MBBS അഡ്മിഷൻ കിട്ടി ആൻഡമാൻ നിക്കോബാർ മെഡിക്കൽ കോളേജിൽ. കിട്ടിക്കഴിഞ്ഞ് ഇവർക്ക് 2021 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. അതിന് കോവിഡിൻ്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടായി. അപ്പോൾ ഇവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങി. അത് കഴിഞ്ഞ് ആ സമയത്തൊന്നും ഇവൾ ശരിക്കും ഓൺലൈൻ ക്ലാസ്സസിൽ ശരിക്കും അറ്റൻഡ് ചെയ്യാതെയും പഠിക്കാതെയും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു. ഇവർക്ക് ഒരു സബ്ജക്റ്റ് മാത്രം ക്ലിയർ ആയുള്ളൂ, ബാക്കി സബ്ജക്റ്റ് ഫെയിലായി. അപ്പോൾ ഇവരുടെ കൂടെയുള്ള 52 പിള്ളേർ ഫെയിലായി. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് വെച്ചാൽ ഇവൾ അക്കാഡമിക്സ് ഇതിൽ ഒരിക്കലും ഒരു വീക്കായിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അപ്പം നമുക്കൊരു പേടിയില്ല. ഞങ്ങൾക്ക് ഇവളെ പറ്റി ഒരു അഹങ്കാരം, ഒരു ഗർവമായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ. ഇവള് നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, എല്ലാ കാര്യത്തിലും മുമ്പിലായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു അഹങ്കാരം ഞങ്ങളുടെ മനസ്സിൽ രണ്ടുപേരുടെയും, പപ്പയുടെയും മമ്മിയുടെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തോറ്റപ്പോഴും ഞങ്ങൾ ആരോടും അങ്ങനെ ആരോടൊന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് സപ്ലിയിൽ അവൾ എഴുതിയെടുത്തോളും, അവൾക്ക് ആദ്യത്തെ പഠിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ സപ്ലി എഴുതി. പിന്നെ അവൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, എല്ലാം ചെയ്യും. കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഇവളെ എഴുതി. പിന്നെയും അവൾ ആ സബ്ജക്റ്റ് എല്ലാം പോയി തോറ്റു. 2 സബ്ജക്റ്റായിരുന്നു പാസ്സാകാനുള്ളത്, തോറ്റു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിഷമമായി. ഇവൾ ഒരു വർഷം ബാക്കായി. സപ്ലിയിൽ പാസ്സായില്ലെങ്കിൽ അവൾ ആ വർഷം ബാക്കായി, ഒരു വർഷം അവളുടെ പോയി. പിന്നെ അവൾ പറഞ്ഞു, ഇല്ല മമ്മി ഞാൻ എഴുതിയെടുത്തോളാം. അവളുടേതായ കഴിവിൽ അവൾക്ക് പിന്നെയും ഒരു വിശ്വാസമായിരുന്നു. ഒരിക്കലും ഒരു 0 മെറിറ്റിലേക്ക് ഞങ്ങൾ വന്നില്ല, വിശ്വാസമായിരുന്നു. ഇല്ല മമ്മി നെക്സ്റ്റ് ടൈം ഞാൻ എഴുതിയെടുക്കും. അങ്ങനെ പറഞ്ഞ് അവൾ 3rd പരീക്ഷ എഴുതാനായി പോയപ്പോൾ എൻ്റെ അനിയത്തി എനിക്കൊരു സാക്ഷ്യം ഇട്ടു തന്നു. ഒരു നായർ ഫാമിലിയിൽ എൻ്റെ പപ്പ വന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു. അവൻ്റെ മകൾ MBBS പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, ലാംഗ്വേജ് പ്രോബ്ലം. അപ്പോൾ പപ്പ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾ മുന്നോട്ട് പഠിക്കാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരിയൊക്കെ വിശ്വാസം തുടങ്ങി. വിശ്വാസം വന്ന് ഞാൻ ഇവളോട് പറഞ്ഞു, കൊച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. എന്നിട്ട് ഇവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷേ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഉടമ്പടി പ്രാർത്ഥനയോ ഒന്നും കണ്ടിന്യൂ അത് എങ്ങനെ ഫോളോ ചെയ്യേണ്ടി ആ രീതിയിലൊന്നും ഫോളോ ചെയ്തില്ല, പ്രാർത്ഥിച്ചില്ല. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ നമുക്കൊരു ആധ്യാത്മിക വരുന്നില്ലായിരുന്നു, അതിനെപ്പറ്റി ഒരു അർത്ഥം വരുന്നില്ല. എന്ത് പ്രാർത്ഥിച്ചാൽ അതെന്തോ ഒരു പ്രാർത്ഥന അങ്ങനെയായിരുന്നു തോന്നിയിരുന്നത്. എങ്കിലും പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പോൾ അവൾ 3rd അറ്റംപ്റ്റ് പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുക. ഞാൻ ഇവിടെ വരുന്നു, ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോ കാണുന്നു. ഫോട്ടോയിൽ നിന്ന് മാതാവിനെ ഇത് നോക്കാതെ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ തന്നെ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് എന്നെ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയി മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പൊട്ടിക്കരയുക. ഞാൻ എഴുന്നേറ്റ് ചെന്ന് കൊച്ചിനോട് ചെന്ന് ചോദിച്ചു, മോളെ റിസൾട്ട് വന്നോ? നെയ് മമ്മി നെയ് ആയ പോലെ तू हम पूछा फिर हम कुछ बोला नहीं, क्या हुआ मम्मी पूछा तो ഞാൻ പറഞ്ഞു ഒന്നുമില്ല മോനെ കുച്ച് നെയ്യേ കരക്കെ പോലി. ദൂസരാ ദിൻ നെക്സ്റ്റ് ഡേമേ ഞാൻ ഞാൻ സ്വപ്നം കണ്ട ആ സമയത്ത് ഇവളുടെ റിസൾട്ട് വന്നു. ഇവൾ പിന്നെയും ഫെയിലായി. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങൾ ആകെ തകർന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു മകളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു. എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കരച്ചിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഓർഡർ നേരത്തെ വന്നത് ഈ പിള്ളേർക്ക് അറിയത്തില്ലായിരുന്നു. ഇനിയുള്ള പിള്ളേർക്ക് ഇവരുടെ ബാച്ചിലെ തൊട്ടുള്ള 2019 ബാച്ചുള്ള പിള്ളേർക്ക് തൊട്ട് 4 അറ്റംപ്റ്റ് മാത്രമേ എഴുതാൻ കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലാക്കും. ഇവർ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. എൻ്റെ ഈ സ്വപ്നം കണ്ടു ഇവൾ ഫെയിലായി. ഇവൾ പറഞ്ഞു, മമ്മി നമുക്ക് കൃപാസനത്തിൽ പോകാം. എക്സാമിൻ്റെ റിസൾട്ട് വന്നു. 2nd ഡേയിൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരാളെ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. മോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പ്രാർത്ഥന കൈവച്ച് അച്ഛനും പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്നെ മാതാവ് ഞങ്ങളുടെ കൂടെ വന്നു എന്നതിന് ഒരടയാളം തന്നു. ഞങ്ങൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് തന്നെ എനിക്ക് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യണം, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. അപ്പോൾ ഭയങ്കര ക്ലൈമറ്റ് വേഴ്സായി, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി പ്രോബ്ലം, ഫ്ലൈറ്റ് ക്രാഷ് ആകുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് വന്നു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, പൈലറ്റ് അനൗൺസ് ചെയ്തു 7 മിനിറ്റ് ഞങ്ങൾ നോക്കും, അല്ലെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് റിട്ടേൺ ചെന്നൈക്ക് പോകും. ഞാൻ ഇവളോട് പറഞ്ഞു, മോനെ നീയല്ലേ ഉടമ്പടി എടുത്തത്, നീ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ല, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ കണ്ണടച്ച് 2 പേരും പ്രാർത്ഥിച്ചു. 3 മിനിറ്റായി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങൾ കണ്ണ് തുറക്കുമ്പോൾ എല്ലാം നല്ല വെയിൽ, നല്ല പ്രശാന്തമായ ക്ലൈമറ്റ്. എന്നിട്ട് ഞങ്ങളെ പപ്പ കൊണ്ടുവരാൻ വന്നു. ഞങ്ങൾ ചെന്ന് വണ്ടിയിൽ കയറിയിരുന്നു. അതുപോലെ തന്നെ എങ്ങനെയായിരുന്നോ പഴയ ക്ലൈമറ്റ്, ഞങ്ങൾക്ക് റോഡ് പോലും കാണുന്നില്ല ഡ്രൈവ് ചെയ്ത് പോകാനുള്ള, അതുപോലെ ഒരു ക്ലൈമറ്റായി. ആ 3 സെക്കൻഡിന് വേണ്ടി ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ഇരിക്കുന്നോടം വരെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവളോട് പറയും. പക്ഷേ ഇവള് പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്രം കൊടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേട്. അതിനെന്ന് വെച്ചാൽ ഇവള് നേരത്തെ തൊട്ട് അങ്ങനെ ആരുടെയും മുമ്പിൽ തലകുനിക്കുന്ന ഒരു കൊച്ചല്ല, എല്ലാവരുടെയും മുമ്പിൽ ഏറ്റവും മുമ്പിലായി നിൽക്കണം ഇവക്ക്. അപ്പം ഞങ്ങൾക്കൊരു നാണക്കേട്, ഇവർക്ക് ഇങ്ങനെ ഫെയിലായി, ഇങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പോയി പത്രം ഇങ്ങനെയാണെന്നൊന്നും പറയാൻ ഒരിത്. എന്നാലും ഞങ്ങൾ പത്രമൊക്കെ കൊടുത്തു. പക്ഷേ പ്രേക്ഷിത വേല, ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ബാക്കി ഒരു റൂൾസും ഫോളോ ചെയ്തില്ല വീട്ടിൽ. പക്ഷേ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോയി. ഈ കുഞ്ഞ് ഞാൻ ഈശോയോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമായിരുന്നു, ഈശോയെ എന്നും പള്ളിയിൽ പോകും, റോസറി ചെല്ലും, ഞങ്ങളെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കും, ഇവളുടെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫെയിലിയർ കൊടുത്തത്, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇവളെ എടുത്തിട്ടുണ്ടല്ലോ, ഇവൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി ആകുമ്പോൾ ഞങ്ങൾ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊന്നും ഫോളോ ചെയ്യുന്നില്ലായിരുന്നു, ശരിക്കും പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഇവള് 4th അറ്റംപ്റ്റ് ലാസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതിയപ്പോൾ ഒരു പേപ്പർ ഭയങ്കര ടഫ്, ഒരു പേപ്പർ ഈസിയാന്ന് പറഞ്ഞു. ഈസി അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഇവൾക്ക് ഈസിയാന്ന് പറഞ്ഞ സബ്ജക്റ്റ് പിന്നെയും പോയി. അവൾ ഡിസ്ക്വാളിഫൈ ആയി. കോർട്ടിൽ നിന്ന് ഓർഡർ വന്നു. ഞങ്ങൾക്ക് ഓർഡർ കോപ്പി എല്ലാ പേരൻസിനും കിട്ടി. ഇനി ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇവളുടെ ഭാവി എന്ത് ചെയ്യും? ഇവളുടെ 3 വർഷം നഷ്ടമായി, ബാക്കായി പോയി. ഇനി എന്ത് ചെയ്യും? അങ്ങനെ എൻ്റെ സഹോദരങ്ങളുടെ ഹെൽപ്പിലൊക്കെ കൂടെ ഇവൾക്ക് ഞങ്ങൾ ബാംഗ്ലൂരിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ ഇട്ടു. അപ്പോഴാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഞങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഒരു ബോണ്ട് പേപ്പർ സൈൻ ചെയ്യും. 10 ലക്ഷം പിള്ളേർ അവരുടെ എന്തെങ്കിലും കാരണത്താൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിലാവുകയാണെങ്കിൽ ഞങ്ങൾ 10 ലക്ഷം രൂപ അവിടെ അടച്ചിട്ട് വേണം, ബോണ്ട് കെട്ടിവെച്ചിട്ട് വേണം ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം വന്നു. എങ്കിലും ഞങ്ങൾ ഇവളെ രണ്ടും വിശ്വസിച്ച് അപ്പോൾ മാതാവിനോട് 2-3 ദിവസം ഞങ്ങൾ മാതാവിനോട് ഈശോയോട് പ്രാർത്ഥിക്കുവോ സംസാരിക്കുവോ
നേരെ നോക്കുകയോ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാനും പിന്നെയും പിന്നെ എങ്ങനെയൊക്കെയോ വിശ്വാസം വന്ന് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവളുടെ ഉടമ്പടി അതെല്ലാം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ പിന്നെയും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അഡ്മിഷന് വേണ്ടി ബാംഗ്ലൂർക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവൾ അവളുടെ ഉടമ്പടി അതൊന്നും ആർക്കും കൈമാറാൻ പാടില്ല. അപ്പോൾ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും എല്ലാ സാധനങ്ങളും ഇവളെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ചങ്കിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈശോയെ മാതാവ് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് വന്നു. ഭയങ്കര ഒരു വിഷമം. എന്നാലും ഞങ്ങൾ പോയി ബാംഗ്ലൂർ ചെന്നു. അഡ്മിഷൻ എല്ലാം എവിടെയൊക്കെ പ്രോബ്ലം ഉണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ എന്നും ഉടമ്പടി കാശുരൂപോ ഉടമ്പടി ഉപ്പും ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാം ചെയ്ത് ഇവർക്ക് അഡ്മിഷൻ കിട്ടി. 3 മാസത്തെ സമയം തന്നു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കോർട്ടിൽ ഇവർ 13 പിള്ളേർ ഫെയിലായിരുന്നു. അപ്പോൾ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ഇവർ സ്വന്തമായി പോയതല്ല, യൂണിവേഴ്സിറ്റി ഇവരെ വെളിയിലാക്കിയതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ ആങ്ങളെ പറഞ്ഞു ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നേരിട്ട് ആൻഡമാന് പോർട്ട് ബ്ലെയറിന് പോകാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെന്ന് വെച്ചാൽ നാണക്കേട് കാരണം ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനോ സങ്കടം കാരണം ഒന്നും ചെയ്യാനോ ഉള്ള മനസ്സില്ല. അപ്പോൾ പറഞ്ഞു, എടി മറ്റേച്ചി നീ നാട്ടിൽ ഇവിടെ വന്നിട്ട് പോ. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവുക, ഇവൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ട് തിരിച്ചു പോവുക. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇവൾ ആ കാശുരോ ഇതെല്ലാം കൊണ്ടുപോയ ഒരു വിഷമം അങ്ങനെ കിടക്കുമ്പോൾ എന്നോട് പറയുക പോയി ഉടമ്പടി എടുക്കുക. അങ്ങനെ ഞാൻ അന്നേരം ഇങ്ങോട്ട് ആൻഡമാന് പോകാനുള്ള പിറ്റേ ദിവസം പോകാനുള്ള തീരുമാനത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഇല്ല സജു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിനക്ക് പോകണോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ രാത്രി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ ഇതാണ് എഴുതിയിരുന്നത്. 1, അവളുടെ സർട്ടിഫിക്കറ്റ് പൈസ കൊടുക്കാതെ തന്നെ തിരിച്ചു കിട്ടണം. 2, അവളിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോയിരിക്കുന്നത്? എൻ്റെ കുഞ്ഞ് അവിടെ നിന്ന് തല കുനിച്ചാണ് ഇറങ്ങിപ്പോന്നിരിക്കുന്നത്. ഇപ്പോൾ ഏത് അവസ്ഥയിൽ അവളെ പഠിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടോ അവിടുന്ന് തലയുയർത്തി ഒന്ന് തിരിച്ചു വരാമെന്ന് വെച്ചാൽ ഇവൾ പറഞ്ഞു ഇനി ഞാൻ ആൻഡമാന് വരത്തില്ല. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തല ഉയർത്തി തിരിച്ചു വരാനുള്ള ഒരു അനുഗ്രഹം ആശീഷ് കൊടുക്കണേ ഈശോയെ, മാതാവേ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവളെ ഒരു ഡോക്ടറായി കാണാനുള്ള ഞങ്ങളുടെ ആഗ്രഹം മാതാവേ അത് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ്, അതിന് എന്തായാലും നടക്കില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇൻറ്റൻഷൻ ഇട്ട് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ഡിസംബറായി 3 മാസം ഇവൾ MBSc നഴ്സിംഗ് പഠിച്ചു. എന്നിട്ട് ഡിസംബറിൽ വെക്കേഷൻ ഇവൾ എൻ്റെ വീട്ടിലേക്ക്, ഞാൻ ഇവിടെ നാട്ടിൽ പാലായിലാണ് എൻ്റെ വീട്. അപ്പോൾ പാലായിൽ ഇവൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവളെ കാണാനായിട്ട് പാലായിക്ക് വരാൻ വേണ്ടി ഇവർക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ഓർഡർ വന്നു, കോർട്ടിൻ്റെ ഓർഡർ വന്നു, ഇവർക്ക് ഈ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് പൈസ ഇല്ലാതെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ കരഞ്ഞു മാതാവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഓർഡർ വരികയാണ്. ഞങ്ങൾ ആരും ഒരു പിള്ളേരുടെയും പേരൻസ് ഇവർക്ക് വേറൊരു അറ്റംപ്റ്റും കൂടെ കൊടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ ആരും ഒരിടത്തും ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ NDA യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു ഓർഡർ വരികയാണ്. ഈ ബാച്ചിലെ 2020 ബാച്ചിലെ പിള്ളേർ കോവിഡ് അഫക്റ്റഡ് പിള്ളേരാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി തന്നെ ഈ റൂൾ ചേഞ്ച് ചെയ്ത്, അതെൻ്റെ അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. റൂൾ ചെയ്ത് കഴിഞ്ഞ് ആ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ് മേഴ്സി അറ്റംപ്റ്റ്. ഇവർക്കൊരു മേഴ്സി അറ്റംപ്റ്റ് കൊടുക്കണം. 5th അറ്റംപ്റ്റ് കൊടുത്തു. അങ്ങനെ ഇവർ 5th അറ്റംപ്റ്റിൽ എഴുതാൻ ഞാൻ ഇവളോട് പറഞ്ഞു. ഇപ്പോൾ എല്ലാം നന്നായി നടന്നു പോവുകയായിരുന്നു, പിന്നെയും ഒരു പരീക്ഷണം, ഞാൻ വരുന്നില്ല മമ്മി, അങ്ങനെ അവൾ പറഞ്ഞു. അപ്പോൾ അവൾ ആകെ തകർന്നു. പിന്നെ ഞാൻ ഉടമ്പടി എനിക്ക് ഡിസംബറിൽ എനിക്ക് ഇവിടെ വരണം റിന്യൂവൽ ചെയ്യാൻ. ഞങ്ങൾ അന്ന് വന്ന് റിന്യൂവൽ ചെയ്യണമെന്ന് ഓർത്ത് വന്നു. അപ്പോൾ 5th അറ്റംപ്റ്റിന് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഇവളെന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, പഠിക്കുന്നില്ല, അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ മമ്മി ഇവളും ഒക്കെ കൂടെയാണ് ഇവിടെ പിന്നെയും വന്നത് എൻ്റെ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി. ഇത് മമ്മിയുടെ അടുത്ത് ഇവൾ ഇരിക്കുക, ഇവിടെ ഇരുന്ന് ഇവൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്ന കൊച്ചായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞു കൊച്ചു പോയി ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. അവിടെ പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഇച്ചിരി ശാന്തമായി. പിന്നെ ഇവൾ ഞങ്ങളുടെ അങ്ങോട്ട് ആൻഡമാന് വരാനായി. അപ്പോൾ ഇവിടെ 3 മാസം ഇവൾ 10 ദിവസത്തെ ലീവിനാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല, അവിടെ ലീവ് എങ്ങനെ പറയും, ഇവൾക്ക് എക്സാം എഴുതാനായിട്ട് ഇവൾക്ക് പഠിക്കാൻ സമയം വേണം. അങ്ങനെ ഈശോയുടെ മാതാവിൻ്റെ ഓരോ കൃപ, ഓരോ പ്ലേ എന്ന് പറയാം. ഇവൾ കളിക്കാൻ പോയി കസിൻസിൻ്റെ കൂടെ, ഇവളുടെ കാലിന് ഫ്രാക്ചറായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനൊരു വഴി മാതാവ് കാണിച്ചു തന്നു. ഇവർക്ക് 3 മാസത്തെ റെസ്റ്റ്. ആ 3 മാസത്തെ റെസ്റ്റിനുള്ളിൽ
അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടുത്തെ അഡ്മിഷന് ഇവൾ ജയിച്ചില്ലെങ്കിൽ തിരിച്ച് അവിടെ പോയി പഠിക്കുകയും ചെയ്യാം, ഇവിടെ പഠിച്ച് പരീക്ഷ എഴുതാനുള്ള ഒരവസരം മാതാവ് തന്നു. അങ്ങനെ ഇവൾ പരീക്ഷ എഴുതി പാസ്സായി. പരീക്ഷ എഴുതി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് ഒരു സബ്ജക്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച സമയത്ത് ഇവൾക്ക് ടഫായിരുന്ന പരീക്ഷ പാസ്സായി, മറ്റേത് ഫെയിലായി. ഇപ്പോൾ പിന്നെ ഒരു സബ്ജക്റ്റാണ് പാസ്സാകാനുള്ളത്. ഇവൾ പരീക്ഷ എഴുതി ഭയങ്കര ടഫായിരുന്നു, എല്ലാ പിള്ളേർക്കും ടഫ്. അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ഞാൻ പകൽ ഉറങ്ങുന്ന സമയത്ത് പിന്നെയും ഞാനിങ്ങനെ ഒച്ചയിൽ എഴുന്നേറ്റിരുന്ന് പറയുക, ജെറമിയ 29:11 വചനം, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. എനിക്കത് കേട്ട് ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇനിയും മാതാവെ പരീക്ഷിക്കാനാണോ, ഇനിയും അവളുടെ ക്ഷേമത്തിനാണെന്നും പറഞ്ഞ് പരീക്ഷിക്കാനാണോ എന്നും പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഈശോയുടെ മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇനി അത് പറ്റത്തില്ല മാതാവേ, മാതാവ് തന്നെ ഈ അവസരം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ, മാതാവ് ഇവക്ക് ജസ്റ്റ് പാസ് മാർക്കല്ല, ഇവൾക്ക് പാസ് മാർക്ക് 80 തിയറിയിൽ വേണം, ഓർ പ്രാക്ടിക്കലിൽ 70, ടോട്ടൽ 150 മാർക്ക് ഉണ്ടെങ്കിൽ ഇവർ പാസ്സാകും. പക്ഷേ ഞാൻ പറഞ്ഞു തിയറിയിൽ 120 മാർക്കിന് എബവ് ആൻഡ് പ്രാക്ടിക്കൽ നോർമൽ മാർക്ക്, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു സ്വപ്നം കാണാൻ ഇടയായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ 13 പിള്ളേരും പാസ്സാകണം മാതാവേ. എല്ലാ പിള്ളേരുടെയും മാതാപിതാക്കളുടെ മനസ്സ് ഞങ്ങളുടെ പോലെയാണ്, ഞങ്ങളെപ്പോലെ കരയുകയാണ് അതുങ്ങളെല്ലാം, ആ മാതാപിതാക്കളെല്ലാം. അതുകൊണ്ട് എല്ലാവരെയും മാതാവ് പാസ്സാക്കണം. മാതാവിൻ്റെ കൃപയാന്ന് ഞങ്ങൾക്കൊന്ന് അനേകരോട് പറയണം അതിനു വേണ്ടി. അതുപോലെ തന്നെ ഇവർക്ക് റിസൾട്ട് വന്നു. ഇവർക്ക് തിയറിയിൽ 123 മാർക്ക്, പ്രാക്ടിക്കൽ 75 മാർക്ക്, ബാക്കി 13 പിള്ളേരും പാസ്സായി. അത് മാതാവിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും ഞങ്ങൾ അത്രയ്ക്ക് അതിനുള്ള യോഗ്യതയില്ല, എന്നാലും ഞങ്ങൾക്ക് ആ അവസരം തന്ന് മാതാവ് ഇവളെ രക്ഷിച്ചു. അതെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, പപ്പ പ്രാർത്ഥിക്കും, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന്, ഇവൾ പോയി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വീട്ടിൽ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു തേങ്ങലാണ്, മാതാവെ അവളെ ഒരു ഡോക്ടറായി കാണാനുള്ള അനുഗ്രഹം. ആ തേങ്ങൽ മാതാവ് കേട്ടു, ഈശോ കേട്ടു. എന്നിട്ട് പപ്പ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് ലൂക്ക 18:27, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പപ്പ പ്രാർത്ഥന കർത്ത ജീസസ്, ഓ ജീസസ്, आपको मनुष्य का असंभव आपको संभव है, लेकिन अभी कुछ भी नहीं कर सकता क्योंकि सब कुछ खत्म हो गया. वैसे ही ये प्रार्थना करता था, लेकिन ये सब कुछ संभव है करके माताव दिखा दिया, हम लोग को सामने दिखा दिया, हम लोग കാണിച്ചു തന്നു. और फिर हम लोग ऐसी छोटा मोटा ചെറിയ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ഞങ്ങളുടെ വീട് ഒത്തിരി പഴയ വീടായിരുന്നു അവിടുത്തെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ താമസിക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് റെനോവേറ്റ് ചെയ്യണം. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 0 ബാലൻസ് ആണ് ആ സമയത്ത്. ഞങ്ങൾ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവൾ ആദ്യം തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, മേളിലും താഴെയും എവിടെയൊക്കെ ചെയ്യണം അവിടെ എല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, ചെയ്യണോ വേണ്ടായോ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഒരു ആഴ്ച മുഴുവനും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പിട്ട് എല്ലായിടത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ കയറി നിന്ന് പറഞ്ഞു, മാതാവേ, മേളിൽ കയറി നിന്ന് പറഞ്ഞു, മാതാവ് ഇന്ന് തന്നെ ഒരു തീരുമാനം പറയണം, ഞങ്ങൾ വീട് പണിയണോ വേണ്ടായോ. അപ്പോൾ മാതാവ് പറഞ്ഞു, ഞാൻ എന്നിട്ട് ബൈബിൾ എടുത്ത് വായിച്ചു. ഞങ്ങൾ എപ്പോഴും ബൈബിൾ വായിക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർത്തു. നേരത്തെ തൊട്ട് ബൈബിൾ വായിക്കുമായിരുന്നു, അണ്ടർലൈൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ അണ്ടർലൈൻ ചെയ്ത ഒരു വേഴ്സും അല്ല, 1 Kings chapter 9 verses 3 കിട്ടി എനിക്ക്. നിന്റെ പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എൻ്റെ നാം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വീട് പണിയാം. അങ്ങനെ ആ വീട് പണി ഞങ്ങളുടെ എല്ലാം നല്ലതായി പൂർത്തിയായി 3 മാസം കൊണ്ട്. ഇങ്ങനെ അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേലകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. പത്രം ഞങ്ങളെപ്പോഴും എല്ലാ പേഷ്യൻസിനും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കും. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ വാടിപ്പോയി ഓരോ ബംഗാളി പേഷ്യൻസിന് അവരുടെ പിള്ളേരൊക്കെ അഡ്മിറ്റ് ആകുമ്പോൾ അവരോടൊക്കെ പറയുമ്പോൾ പപ്പ പറയും, ഇവളെന്തെങ്കിലും അടി മേടിച്ചുകൊണ്ട് വരും അവരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ പറയുമായിരുന്നു, ഇല്ല ഞാൻ അടി മേടിക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ വരും. എന്നിട്ട് ഞങ്ങളങ്ങനെ പത്രമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച്, പിന്നെ ഞാൻ വാർഡിൽ ഓരോ പിള്ളേർ ഒത്തിരി സിക്കാകുമ്പോൾ
ഞാൻ അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ശിക്ഷാകുമ്പോൾ അവർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്തും അവരുടെ പേരൻസിനെ കൺവിൻസൻസ് ചെയ്ത് പ്രാർത്ഥിപ്പിച്ച് കൂടുതലും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരികയും ഒത്തിരി പിള്ളേർക്ക് ഒരു കൊച്ച് വെന്റിലേറ്ററിൽ നിന്ന് തന്നെ അതിൻ്റെ അമ്മ ബംഗാളി നോൺ ക്രിസ്ത്യൻ വെന്റിലേറ്ററിൽ നിന്ന് തന്നെ അതിന് ക്യൂവറായി കൊച്ചുങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ 3-4 പിള്ളേർ ഒത്തിരി ക്യൂവറായി. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു കൊച്ച് 21 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ മാതാവിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള നോൺ ക്രിസ്ത്യൻസിനായിട്ടുള്ള സ്റ്റാഫ് അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ ആദ്യം ചെന്ന് ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അവർ അമ്മ ക്രിസ്ത്യൻ, പപ്പ നോൺ ക്രിസ്ത്യൻ. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വന്ന് ആദ്യം കൊച്ചിന് ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് ഞാനും അവിടെ നിന്ന് റോസറി ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊച്ച് വെന്റിലേറ്ററിൽ നിന്ന് വെളിയിൽ വരുന്നില്ല. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചെന്നെ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഇന്ന് രണ്ടിലൊന്നും ചെയ്യണം. ഒന്നെങ്കിൽ കൊച്ചിനെ എസ്റ്റിബേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാതാവ് കൊണ്ടുപോകണം. എത്ര ദിവസമാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അന്ന് തന്നെ ആ കൊച്ചും രാവിലെ തന്നെ ആ കൊച്ച് വെന്റിലേറ്ററിൽ നിന്ന് എസ്റ്റിബേറ്റ് ആയി. പക്ഷേ ഡോക്ടേഴ്സൊന്നും അത് വിശ്വസിക്കത്തില്ല. ഞങ്ങൾ ഉടമ്പടി എടുത്ത ബാക്കി അവർക്കൊക്കെ അത് വിശ്വാസമാണ്. അതുപോലെ കൊച്ച് ഓക്സിജനിൽ നിന്ന് ഔട്ടാകുന്നില്ല. എത്ര ദിവസമായിട്ട് 46 ഡേയ്സ് കൊച്ച് ഓക്സിജനിൽ നിന്ന് വെളിയിൽ വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് സാക്ഷ്യം പറയണം, ഈ കുഞ്ഞിനെ ഓക്സിജനിൽ നിന്ന് ഔട്ടാക്കണം. ഞാൻ തന്നെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് അതിൻ്റെ ഓക്സിജൻ മാറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വാച്ച് ചെയ്യണം. ഓക്സിജൻ മാറ്റി ആ കുഞ്ഞ് അന്ന് തൊട്ട് ഓക്സിജൻ ഇല്ലാതെ തന്നെ ശ്വസിക്കാൻ തുടങ്ങി. അതുപോലെ ഞങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. എനിക്ക് ഹിന്ദിയിൽ അധികം പറയാൻ പറ്റിയല്ല. അപ്പോൾ ഞങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഓരോ പേഷ്യൻസ് വെന്റിലേറ്ററിലായിട്ട് അൺകോൺഷ്യസ് ആയി കിടക്കുന്ന പേഷ്യൻ്റെയും വെന്റിലേറ്ററിൽ ചെവിയിൽ കൊണ്ട് അവരുടെ അറ്റൻഡറെ കൊണ്ട് പറയിപ്പിച്ച് ഞങ്ങൾ കൊടുത്ത് അങ്ങനെ ക്യൂവറായിട്ടുള്ള സാക്ഷ്യങ്ങളുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ ഉണ്ട് പറയാനായിട്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ 3 പേരും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം. ഞാനിപ്പോൾ 3rd ഇയർ MBBS പഠിക്കുവാണ്. ആദ്യം എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഞാൻ ട്രോള് വഴിയാണ് അച്ഛൻ്റെ കേട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അച്ഛനിൽ വിശ്വാസം വന്നത് എനിക്ക് 5th അറ്റംപ്റ്റിൽ ഞാൻ പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ MBBS വീണ്ടും ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് കൃപാസന മാതാവിൽ വിശ്വാസം വന്നത്. ഇപ്പോൾ ഞാൻ പേഷ്യൻസിനെ കാണുമ്പോൾ കൃപാസന മാതാവിനെ പറ്റി പറയുകയും അവരോട് ഏത് ലാംഗ്വേജ് ആണോ അതിൻ്റെ പത്രം കൊടുക്കുകയും എൻ്റെ കയ്യിൽ PDF ഉണ്ട്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജ് ആണോ അവരോട് ഞാൻ അത് കൊടുക്കുകയും അത് മാത്രമല്ലാതെ എനിക്ക് റിക്കറൻറ്റ് സ്റ്റൈ വരുമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, ഞാൻ ഡോക്ടറിൽ പഠിക്കുമല്ലോ, അപ്പോൾ എല്ലാവരും പറയും ഓപ്പറേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മാതാവേ ഞാൻ തൈലം തൂത്തേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ തൈലം തൂത്തു. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ശരിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മാതാവേ ഇനി എനിക്ക് വന്ന ഒരു ദിവസത്തിനുള്ളിൽ എൻ്റെ ശരിയാക്കി തരണം സ്റ്റൈ വരുന്നത്, അപ്പോഴേ എൻ്റെ വിശ്വാസം വളരത്തുള്ളൂ. അങ്ങനെ തന്നെ സംഭവിച്ചു. അതുപോലെ എൻ്റെ കാലിൽ സ്പ്രെയിൻ വരുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്പ്രെയിൻ വന്നു. അപ്പോൾ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. ആ സ്പ്രെയിൻ 2 ദിവസത്തിനുള്ളിൽ പോയി. ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങളുണ്ട്. മമ്മി എന്നോട് പേഷ്യൻസിൽ അവർക്ക് ഏത് ലാംഗ്വേജിലാണ് മനസ്സിലാകുന്ന ആ ലാംഗ്വേജിൽ ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൃപാസനം പ്രേയർ, രാവിലത്തെ പ്രതീക്ഷിക്കുന്ന പ്രേയർ ആയാലും വൈകുന്നേരത്തെ പ്രേയർ ആയാലും ആ ലാംഗ്വേജിൽ ഇംഗ്ലീഷ്, ഹിന്ദിയിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓഡിയോ അവർക്ക് ചെയ്തത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവൃത്തിയും എല്ലാം ഞങ്ങൾ കുടുംബത്തോടെ ഞങ്ങൾ ചെയ്യുന്നു. അമ്മ മാതാവിനും കൃപാസന ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ